ഐക്യപ്പെടാത്തവൻ വന്ന് പറഞ്ഞത് കേൾക്കുവോ? പ്രതീസായില്ലേ? കേൾക്കണ്ടായിരുന്നു. ഇപ്പൊ അവരെ പോട്ടെ, നമ്മുടെ ഉള്ളിൽ എന്ത് സജഷൻ ആയി വന്ന് പറയുന്നത് നമ്മളോട് ശ്രദ്ധിച്ചു നോക്കി. ഇവരെ കേൾക്കുകയേ ചെയ്യരുത്. ആദ്യം സജഷന്റെ ദൈവത്തിൽ നിന്നല്ല വചനത്തിനനുസരിച്ചില്ലാത്ത ഒരു സജഷനാണ് കണ്ടാൽ അന്നേരം പോവുക, വിട്ടു പോയേക്കുക നമുക്ക് നല്ലത്. കാരണം ഇവനുമായിട്ട് ഡയലോഗിന് പോലും പോകണ്ട, അവനോട് ഒരു ആർഗ്യുമെന്റ് പോലും അവനോട് ഇങ്ങനെ പറയുകയും ചെയ്യണ്ട. അതാ ഡയലോഗിന് നിന്ന് അവൻ പിന്നെ പറയാൻ തുടങ്ങും. നല്ല അനുഭവം എനിക്ക് നല്ലപോലെ എനിക്ക് ഉള്ളിൽ അറിയാതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ദൈവവചനത്തിനെതിരായിട്ട് ഇവരിങ്ങനെ ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ തുടങ്ങും. ബുദ്ധിയെ ഇത് ചെയ്യുന്ന അന്നേരം വിട്ടുപോകണം, ചിന്തിക്കുക പോലും ചെയ്തേക്കരുത്. അന്നേരം അവനുമായിട്ട് ഡയലോഗ് നടത്താനേ പോകരുത്. പിശാചിന്റെ ഡയലോഗ് നമുക്ക് ഈ ഉള്ളില് നമുക്ക് ഭയങ്കര ഡയലോഗ് ഉണ്ട്. അതെ, ഒരു വിശ്വാസ സത്യം അത് മൈൻഡ് ചെയ്യാനേ പോകണ്ട നമുക്ക്. പിന്നെ അന്നേരെ പോയാൽ നമുക്ക് വചനം പാകിയിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ തന്നെ ആവശ്യത്തിനുള്ള, അത് മതി നമുക്ക്. ഇവന്റെ ഒരു ശബ്ദവും കേൾക്കേണ്ട ഇതില്ല.